ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന മഹത്വരാജനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സ്വർഗത്തിൻ്റെ സന്തോഷം ഈ ലോകം കേട്ടത് ഒരു വന്ദനത്തിൽ കൂടിയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങളാണ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മാനവജനതയ്ക്ക് ലഭിച്ച ഏറ്റവും വിലപിടിപ്പുള്ള നിധി എന്നാണ് ഞാൻ ഈ സംഗീത സാന്ദ്രമായ സന്ദേശത്തെ കാണുന്നത്. സ്വർഗീയ സംഗീതധാരയായി സ്വർഗത്തിൻ്റെ സ്നേഹം മനുഷ്യലോകത്തിലേക്ക് പെയ്തിറങ്ങിയ അതിമനോഹരമായ രാത്രി. ഈ മനോഹര രാത്രിയിലേക്ക് നാം എത്തിച്ചേരുവാൻ, ഈ സ്നേഹ സംഗീതം നമ്മളിലേക്ക് പെയ്തിറങ്ങുവാൻ ഒരു വേദി വേണം. അതാണ് അമ്മ മറിയം. നീതിയുടെ സുഗന്ധം മനസ്സിൽ നിറഞ്ഞവൾ, ശുദ്ധിമതി എന്ന സ്വർഗം തിരഞ്ഞെടുത്തവൾ, കൃപ ലഭിച്ചവളെ എന്ന സ്വർഗം വിളിച്ചവൾ കന്യാമറിയം, ഭാഗ്യവതി എന്ന ലോകം വാഴ്ത്തിയവൾ കന്യാമറിയം. ലോകരക്ഷകന് മാതാവാകുവാനുള്ള ഭാഗ്യം ലഭിക്കുക വഴി താൻ കടന്നു പോകേണ്ടി വരുന്ന കനൽ വഴികളെ താങ്ങുവാനുള്ള കൃപയുടെ ശക്തി ലഭിച്ചവൾ. തനിക്ക് ലഭിച്ച ദൈവിക പദ്ധതികളെയെല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് വിശുദ്ധിയോടെ ജാഗ്രതയോടെ ദൈവകരങ്ങൾക്ക് കീഴെ തിരുവിഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് താണിരുന്ന സ്ത്രീരത്നം. അങ്ങനെ ലോകരക്ഷകന് വന്നു വാഴുവാൻ വേദിയും നടന്നു കയറുവാൻ വീഥിയുമായി തീർന്നവൾ അമ്മ മറിയം. വീണ്ടും നമുക്ക് ആ സ്വർഗീയ സംഗീതത്തിലേക്ക് തിരികെ എത്താം. ഈ ദൂതൻ ആരോട് എന്തു ദൂതറിയിക്കുവാനാണ് വന്നത്? സ്വർഗം ഇറങ്ങി വന്ന് സന്തോഷിക്കണമെങ്കിൽ എന്തായിരിക്കും ആ ദൂത്? ക്രിസ്തുമസ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കാലമാണ്. അതെ, കഷ്ടതയിലിരിക്കുന്ന ജനത്തിന്, ഇരുളിലും അന്ധതയിലും ഇരിക്കുന്നവർക്ക് ഒരു രക്ഷകൻ വരുന്നു. സംഗീതം ദൈവികവും ദൈവത്തിൽ നിന്നുള്ളതുമാണ്. മനോഹരമായ സംഗീതം സൗഖ്യദായകവുമാണ്. ആരാധനകളിൽ സംഗീതത്തിനുള്ള പ്രാധാന്യം അതാണ്. ഈ ലോകം സങ്കടങ്ങളിലും ദുഃഖങ്ങളിലുമായിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് ശക്തിയേറിയ ആരാധനയാകുന്നു. സംഗീതം ആരാധനയിൽ പ്രാധാന്യം അർഹിക്കുമ്പോൾ ദൈവാലയങ്ങളിലേക്ക് സങ്കടത്താലും രോഗത്താലും കടന്നു വരുന്നവർ ദൈവ ആരാധനയിൽ പാടി ആരാധിക്കുമ്പോൾ രോഗസൗഖ്യവും സമാധാനവും ലഭിക്കുന്നവരായി തിരികെ പോകുന്നു. അപ്പോൾ ലോകത്തിനെ പാപ രോഗ ദുഃഖങ്ങളിൽ നിന്നും വിടുവിച്ച് വീണ്ടെടുക്കാൻ വരുന്ന രക്ഷകന്റെ വരവ് സംഗീത സാന്ദ്രമായി സ്വർഗഭൂമികൾ കൊണ്ടാടി മണ്ണും വിണ്ണും രക്ഷകന്റെ വരവിനായി ഒരുങ്ങി. ആരാണ് ഈ രക്ഷകൻ? തൻ്റെ പിതാവിൻ്റെ മടിയിൽ ഓമനയായി സകല മഹത്വത്തോടും കൂടെ വാണിരുന്ന പരമസമ്പന്നനായ പ്രിയപുത്രൻ, രാജാധിരാജൻ, തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഏറ്റവും ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് രക്ഷകനായി സ്വർഗം വിട്ടിറങ്ങി ഇമ്മാനുവേലായി നമ്മോട് കൂടെ വന്ന് തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ സ്വർഗം സന്തോഷിച്ചാർത്തുപാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ആരാണ് ദൈവപ്രസാദം ലഭിച്ചവർ? തൻ്റെ പ്രിയപുത്രനെ കൈക്കൊള്ളുകയും യേശു രക്ഷിതാവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവമക്കളാകുവാൻ സ്വർഗീയ പിതാവ് അധികാരം കൊടുത്തു. ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എന്നത്
ഒരു അധികാര പദവി തന്നെയാണ്. പ്രതീക്ഷയില്ലാതെ ഇരിക്കുമ്പോൾ, നമ്മുടെ ജീവിത കൊടുങ്കാറ്റുകളുടെ മധ്യത്തിലും ഒരു ശാന്തത തോന്നുമ്പോൾ, അതാണ് സ്വർഗീയ സമാധാനം. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും അടിയുറച്ച വിശ്വാസത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നാം ദൈവപ്രസാദം ലഭിച്ചവരായി മാറുന്നു. ലോകരക്ഷിതാവായ ക്രിസ്തു വന്നു പിറന്നത് കാലിത്തൊഴുത്തിൽ. തനിക്ക് പിറക്കുവാൻ രാജാതിരാജനായ സ്വർഗീയ ശില്പി എന്തുകൊണ്ട് കൊട്ടാരങ്ങൾ തിരഞ്ഞെടുത്തില്ല? ഏറ്റവും ബലഹീനമായതിനെ ബലപ്പെടുത്തുവാൻ, വിലയില്ലാത്തതിനെ വിലയേറിയതാക്കി തീർക്കുവാൻ തന്നെ. തൻ്റെ ജനനദൂത് ആദ്യം അറിയിച്ചതും സമൂഹത്തിൽ വിലയില്ലായ്മ ഏറെ അനുഭവിച്ചിരുന്ന ആട്ടിടയരോടാണ്. താഴ്മയുള്ള ഹൃദയങ്ങളിൽ വാഴുവാൻ യേശുനാഥൻ ഇഷ്ടപ്പെടുന്നു. ക്രിസ്തു വന്ന് പിറന്നപ്പോൾ കാലിക്കൂട് സ്വർഗമായി മാറിയെങ്കിൽ, ക്രിസ്തു വന്നു വാഴുന്ന ഹൃദയങ്ങളും സ്വർഗമായി മാറ്റപ്പെടുന്നു. ഓരോ ഹൃദയത്തിലും ഇമ്മാനുവേലാം ക്രിസ്തു രാജാവായി വന്നു വാഴുമ്പോൾ, പിറക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. സ്വർഗീയ സൈന്യം ഓരോ തവണയും ആർത്തുപാടും, മഹത്വത്തിൻ രാജാവ് പ്രവേശിക്കട്ടെ, അത്യുന്നത ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. സ്വർഗമായി തീരുന്ന ഹൃദയമുള്ളവർ താമസിക്കുന്ന ഇടങ്ങളും പോകുന്ന ഇടങ്ങളും സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞതായിത്തീരുന്നു. ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കുക. എൻ്റെ ഉള്ളിൽ ഇമ്മാനുവേൽ രാജാവായി വന്ന് വാഴുന്നുവോ എന്ന്. ഇമ്മാനുവേലിൻ്റെ അടയാളം എന്തായിരുന്നു? ശീലകൾ ചുറ്റിയ ശിശു. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അടയാളങ്ങളായി മാറണം. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഞാനതിനെ ശീലകളെന്ന് വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അനുഭവങ്ങൾ നമ്മെ തിളക്കമുള്ളതും ഈടുറ്റതുമായ ക്രിസ്തുരാജന്റെ അങ്കികളാക്കി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മളും സ്വർഗത്തിൻ്റെ സ്നേഹദൂതുവാഹകരായി മാറട്ടെ. സ്വർഗ സൈന്യം കൂടെ വരും. നമ്മളും അമ്മ മറിയത്തെ പോലെ, യൗസേ പിതാവിനെ പോലെ നീതിയുള്ളവരായി പ്രാർത്ഥനയോടും ജാഗ്രതയോടും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തെ ധ്യാനിച്ച് ജീവിക്കുമ്പോൾ, നമ്മുടെ തലമുറകളും പൈതലാം യേശുവിനെ പോലെ ദൈവഭക്തിയിലും ജ്ഞാനത്തിലും ദൈവകൃപയിലും മുതിർന്നു വരും. നമ്മുടെ ക്രിസ്മസ് ആരാധനകൾ, ആഘോഷങ്ങൾ എന്നിവ വഴിവിട്ട ആഘോഷങ്ങളായി തീരാതെ ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ. എല്ലാ ഹൃദയങ്ങളിലും സ്വർഗീയ സമാധാനവും പ്രത്യാശയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.